ഹലോ, ഇതേ ഞാൻ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാൻ ഓർത്തുകൊണ്ട് വന്നതായിരുന്നു. നമ്മളൊരു യാത്ര കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേണ്ട ആദ്യം കണ്ട ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു, നീ പോയിട്ട് വാങ്ങിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേണ്ട ഞാനിവിടെ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓഫർ കേട്ടോ. ശരിക്കും ഞാൻ അതിശയിച്ച് പോയി. അതുപോലെ വിലക്കുറവിലായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെന്ന് സാധാ 2 ചെടിച്ചട്ടി എടുത്ത് 60 രൂപ 50 രൂപ റേറ്റിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് എനിക്കൊരു 2 3 എണ്ണമൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇതേണ്ട അവർ പറഞ്ഞു ഓഫർ നോക്കിയിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സെക്ഷൻ ഫുള്ള് ഓഫർ കേട്ടോ. അപ്പോൾ ഇതേണ്ട കപ്പുകളൊക്കെ 5 പീസിന് 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഓഫറൊന്നും വിചാരിച്ച് കയറിയതല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടയുടെ പേരൊന്നും അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. പെട്ടെന്ന് 2 ചെടിച്ചട്ടി എടുക്കണം, പെട്ടെന്ന് സന്ധ്യ ആകാറായിരുന്നു, അതിന് മുമ്പ് തിരിച്ചു പോകണമെന്നൊക്കെ ഓർത്ത് കയറിയതായിരുന്നു. അപ്പോൾ ഇതേണ്ട ഇതുപോലെ തോർത്തുകളും ടവലുകളും കിച്ചൺ ടവലുകളും പിന്നെ നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ കിട്ടുന്ന സൈസ് ടവലുകളും അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രൈസിൻ്റെ നേർപകുതി അതിൻ്റെ പകുതിയായിരുന്നു കേട്ടോ. അതായത് അതിനൊരു വിലയുണ്ടല്ലോ, ആ വിലയ്ക്ക് ഓഫർ ഇട്ടിട്ട് അതിൽ നിന്നും പകുതി വിലയ്ക്കായിരുന്നു കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും 10 രൂപയൊക്കെ എങ്ങാണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഓഫറെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ 30 രൂപ 40 രൂപയ്ക്ക് വാങ്ങിക്കുന്ന കിച്ചൺ ടവൽ അതുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ കിട്ടുന്ന ടവലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ബേസിനൊക്കെ 49 രൂപയ്ക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ബേസിനില്ലേ, അത് 79 രൂപയ്ക്ക് 2 എണ്ണം. അതുപോലെ തന്നെ വലിയ പോട്ടുണ്ടല്ലോ വെള്ളമൊക്കെ പിടിച്ച് വെക്കാൻ, ലോട്ടസൊക്കെ നടാൻ പറ്റുന്ന സൈസ്, അത് 2 എണ്ണം 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതുണ്ട് ചെറിയ മുറം, അത് 3 എണ്ണത്തിന് 79 അങ്ങനെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്കത് ആവശ്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ വിലയൊന്നും നോക്കിയൊന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ 3 ബോട്ടിലിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ അന്വേഷിച്ച് പോയ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഫ്ലവർ പോട്ട്. അതെ, 6 പീസ് 49 രൂപ കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും എടുത്ത്, അവൾക്ക് ചെടിച്ചട്ടികളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അവൾ അതെല്ലാം എനിക്ക് തന്നായിരുന്നു കേട്ടോ. വെറും 500 രൂപയ്ക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശരിക്കും 500 രൂപയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളുടെ ബില്ല് ഒരു 200 രൂപയുടെയൊക്കെ ആയായിരുന്നു. അപ്പോൾ ഇതേണ്ടേ ഞാൻ കുറേ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചു കൂട്ടിയായിരുന്നു. പിന്നെ ഇതേണ്ട ഈ 2 ബാസ്ക്കറ്റ് കണ്ടോ ഇരിക്കുന്നത് വലിയത്, അത് നമ്മൾ 2 എണ്ണമൊക്കെ ആണെങ്കിൽ 400 രൂപ റേറ്റൊക്കെ ആകും സാധാരണ നോർമലി വാങ്ങിക്കുവാണെങ്കിൽ. ഇത് 2 എണ്ണത്തിന് വെറും 99 രൂപ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പോയതൊന്നുമില്ലായിരുന്നു, ഈ ഒരു വിലയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ ശരിക്കും ചെടിച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. പക്ഷേ ഈ വലിയ പോട്ട് എനിക്ക് കുറേ താമരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടാൻ വേണ്ടി ഇവിടെ നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പം 120 110 ആ റേറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് 2 എണ്ണം 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ വില ആയതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചത്. ശരിക്കും ഞാൻ ഈ ചെടിച്ചട്ടി മാത്രമേ വാങ്ങിക്കത്തുള്ളായിരുന്നു നോർമലി റേറ്റ് ആയിരുന്നെങ്കിൽ. പിന്നെ ഈ ബേസും കണ്ടോ, അത് 2 എണ്ണം 29 രൂപ, അങ്ങനെ ഞാൻ 5-6 എണ്ണം എടുത്തായിരുന്നു. അതിനകത്ത് ഞാൻ 10 മണി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെടിച്ചട്ടീനെ കഴിഞ്ഞും വില കുറച്ച് ഇത്രയും ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഇതല്ലേ നല്ലത്. ഇതിനകത്താകുമ്പോൾ നല്ല നല്ല ബുഷിയായിട്ട് നിന്നോളൂല്ലോ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ കുറേ എണ്ണം വാങ്ങിച്ചായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരി വാങ്ങിച്ച ചെടിച്ചട്ടികൾ അതും എനിക്ക് തന്നായിരുന്നു. പിന്നെ ഇതെൻ്റെ മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കും ലഞ്ച് ബോക്സ് കെട്ടാനായിട്ട് കുറേ ടവലും അതുപോലെ തോർത്തും പിന്നെ കിച്ചണിലേക്ക് ആവശ്യത്തിനായിട്ട് കുറച്ച് ടവലും ഒക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാ നോർമൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന ആ റേറ്റ് മതി കേട്ടോ ഇത്രയും ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ഓഫർ പ്രതീക്ഷിച്ച് ഒന്നും പോയതൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഈ ഷോപ്പിൻ്റെ പേര് നോക്കിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഷോപ്പ് എന്നാന്ന് അറിയാനൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ടാഗിനകത്ത് നോക്കിയായിരുന്നു ഈ ടവലിൻ്റെയൊക്കെ. അതിനകത്ത് നോക്കിയപ്പോൾ ഡയറക്റ്റ് ഫാക്ടറി പ്രൈസ് എന്നായിരുന്നു കേട്ടോ അതിനകത്ത് കിടന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വരുന്നത് മഹാറാണിയുടെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ആ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ തൊട്ട് ബാക്കിലായിട്ടിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴക്കാരൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെല്ലുവാണെങ്കിൽ ഓഫർ തീരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കൈ നിറച്ചാലേ വണ്ടി നിറച്ച് സാധനങ്ങളായിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ആയിട്ട് വരാം കേട്ടോ, വളരെ വില കുറച്ചിട്ട്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ലക്കായി പോയി കേട്ടോ. എന്താണെങ്കിലും ഇന്ന് അവിടെ കയറിയത് ഒരുപാട് ലക്കായി, കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ പോയതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഐറ്റംസ് ചെറിയ വിലയ്ക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.